ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാള ടൗണിന് വളരെ അടുത്തായി ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ്. 10 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള കേവലം 7 വർഷം മാത്രം പഴക്കമുള്ള ഒരു യൂസ്ഡ് ഹൗസാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെൻറ് ITIയും ഹോളി ഗ്രേസ് സ്കൂളും അതുപോലെ തന്നെ രാജു ഡേവിസ് സ്കൂളും എല്ലാം ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വീട് ഒരു നല്ല ഒരു എലിവേഷൻ കൊടുത്ത് മനോഹരമായിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ വീടിന് നല്ലൊരു ചുറ്റുമതിൽ കൊടുത്ത് മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ മുറ്റം ടൈൽ പാകി വളരെ വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് കിട്ടുന്നത്. 3-4 വാഹനങ്ങൾക്ക് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. മുറ്റത്ത് ഗാർഡൻ ചെയ്യുന്നതിനായി പ്രത്യേകം കെട്ടിത്തിരിച്ചിട്ടുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി 4 സ്റ്റെപ്പുകൾ കൊടുത്ത് വളരെ മനോഹരമായി വച്ചിട്ടുള്ള ഗ്രാനൈറ്റിൽ പണി തീർത്തിട്ടുള്ള ഒരു വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുൻഭാഗത്തായി ഒരു സിംഗിൾ ഡോറാണ് മനോഹരമായി കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി വിശാലമായ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി മിറർ കൊടുത്ത് അതിനടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് മനോഹരമായ ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വളരെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. 4-5 പാളികളിലുള്ള വിശാലമായ ഒരു വാർഡ്രോബാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വളരെ വലിപ്പമുള്ള ഒരു വാഷ്റൂം കിട്ടുന്നത്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയും വളരെ വിശാലമായ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നിറയെ വാർഡ്രോബുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെയും കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. വലിപ്പമുള്ള ഒരു വാഷ്റൂമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കിച്ചൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു കിച്ചൺ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിനടിയിലായി നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് സ്റ്റൗ എല്ലാം കൊടുത്ത് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയാണ് കിച്ചണോട് ചേർന്ന് ഒരു വലിയ ഒരു സ്റ്റോർ റൂം ഇവിടെ നമുക്ക് കിട്ടുന്നു. കിച്ചണോട് ചേർന്ന് ഇവിടെ ആയി ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കിച്ചൺ എന്ന് പറയാം. പുകയില്ലാത്ത അടുപ്പും മറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് വളരെ മനോഹരമായി വുഡൻ വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ലാൻഡിങ്ങിൽ തന്നെ ഇവിടെ ഒരു ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടോപ്പ് കൊടുത്ത് അതിനടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഭംഗിയുള്ള ഒരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിലേക്ക് കടന്നു വന്നാൽ ഇവിടെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ കിട്ടുന്നു. ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ ധാരാളം സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിൽ ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെയാണ് 3ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും
നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. വളരെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. നിറയെ വാർഡ്രോബുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. വളരെ വലുപ്പമുള്ള ഒരു വാഷ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ബാൽക്കണിയാണ്, ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാഴ്ചകളെല്ലാം കണ്ട് ഇരിക്കാനും അതിനുള്ള ബെഞ്ചും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയയുടെ സ്ഥാനം. വളരെ വിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് പോകുന്നതിനായി ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഫുൾ കവേർഡ് ആയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള പ്രത്യേകം ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് 10 സെന്റിലാണ്. 2800 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ വീട് വിൽപ്പനയ്ക്കായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടല്ല, സ്വന്തം യൂസിന് വേണ്ടി മാത്രം പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. വെറും 7 വർഷം മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം. ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വീട്ടിലെ എല്ലാ ഫർണിച്ചറും എല്ലാം അടക്കം ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.